ഞാനൊരു കാര്യം അങ്ങോട്ട് പറയാൻ പോവാണ്. നമുക്ക് അച്ഛനെ നോക്കാനായിട്ട് ഒരു ഹോം നേഴ്സിനെ വെക്കാം. അതിനൊക്കെ ഒരുപാട് പണച്ചെലവല്ലടാ. ഇതേ വീണ്ടും നക്കാപ്പിച്ച കണക്ക് പറയരുതേ. അച്ഛനെ നോക്കണേ, അതിന് എത്ര ചെലവെന്ന് വെച്ചാൽ എന്റെ വിഹിതമായിട്ട് ഞാനൊരു 500 രൂപ എല്ലാ മാസവും കൃത്യമായിട്ട് സുഖതേട്ടനെ ഏൽപ്പിക്കും. 500 രൂപ നീ കൊടുക്കുമല്ലോ. 1000 രൂപ ഞാനും തരാട്ടാ. അച്ഛനെ കാര്യല്ലേ? ഞാൻ 2000 രൂപ അങ്ങോട്ട് തരാം മാസം മാസം. ഈ അച്ഛനെ കൊണ്ടുപോയിട്ട് ആരെങ്കിലും ഹോം നേഴ്സിനെ വെച്ച് നോക്ക്. അപ്പൊ അങ്ങനെയാണെങ്കിൽ സുഖതേട്ടന്റെ 2000, സത്യേട്ടന്റെ 1000, എന്റെ 500, അപ്പൊ 3500 രൂപ ആയില്ലേ? ഏടത്തിയമ്മേ, ആ 3500 രൂപ മേടിച്ചിട്ട് അച്ഛനെ അന്തസ്സായിട്ട് നോക്കിക്കൂടെ? എന്റെ വായിവല്ലോ കേക്കും. ഇപ്പൊ കണ്ടില്ല അനിയന്മാരുടെ സ്വഭാവം എന്താണ്? നിങ്ങളൊരു പൊട്ടനായി പോയി. ചുമ്മാ അല്ല പറയണ കടിഞ്ഞൂൽ പൊട്ടന്ന്. അതെ, ഞാൻ ഒരു കാര്യം പറയാം. അച്ഛനെ എനിക്ക് നോക്കാൻ പറ്റില്ല. ഞാനത് ഉറപ്പിച്ചു പറയണം. എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നിങ്ങൾ കയ്യൊഴിയണ പോലെ ഞാനും കയ്യൊഴിയും. എന്റെ മാത്രം അച്ഛനല്ലോ, നിങ്ങളുടെ കൂടെ അച്ഛനല്ലേ. നിങ്ങൾ ആരാച്ചാ കൊണ്ടുവന്നു കേൾക്കുന്ന പുറത്തുള്ള അതെ മൂത്ത ആള് അച്ഛാ അച്ഛാ വെറുതെ ഇനി അച്ഛനെ നല്ല പോലെ മനസ്സിൽ ധ്യാനിച്ച് തൊഴുത് എണീറ്റോളൂ. അടുത്ത ആളിരിക്കും. 3 തവണ അരി എടുത്ത് ഇങ്ങോട്ട് വയ്ക്കും. 3 തവണ തറമെടുത്ത് ഇങ്ങോട്ട് വെച്ചു. ഇനി അരിയും പോവും. 3 തവണ എണീറ്റോളൂ. വരാം. പോന്നോ. അച്ഛൻ പോയടാ. ഒറ്റയ്ക്കാണോ വന്നത്? വിഷമുണ്ടല്ലേ? സാരമില്ല. അമ്പലത്തിൽ വെച്ച് കാണുന്നവരൊക്കെ അച്ഛനെ എപ്പോഴും പറയായിരുന്നു, ഈ ബ്ലൗസിന്റെ കൈക്ക് ഇത്തിരി ലൂസ് ഉണ്ട്, അടിക്കാൻ ഞാൻ പിന്നെ വരാട്ടെ. മോനെ ഇത്തിരി ചിക്കൻ കൊടുക്ക ചേച്ചിക്ക്. ചിക്കൻ എങ്ങനെയുണ്ട്? ചിക്കൻ പോരപ്പാ. ചിക്കൻ കറി വളരെ മോശം. 2 പീസ് എടുക്കട്ടെ പോയി? അതുകൂടി ഞാൻ എടുക്കാം. ഞങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബത്തിന്റെ എല്ലാമായ അച്ഛൻ്റെ പകരാറിന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. കാഴ്ച നഷ്ടപ്പെടുമ്പോഴേ കണ്ണിൻ്റെ വില അറിയുമെന്ന് പറയുന്നത് വളരെ ശരിയാ. അച്ഛൻ ഞങ്ങളെ വിട്ടു പോയി കഴിയുമ്പോഴാണ് ഞങ്ങൾക്ക് അതിൻ്റെ വില മനസ്സിലായത്. കുറച്ച് വെള്ളം വെച്ചു. ഒരുപാട് പാട്ടുകൾ ഞങ്ങൾക്ക് വേണ്ടി പാടി തന്നിട്ടുണ്ട്. ഞങ്ങൾ മക്കൾക്കും വേണ്ടി. പക്ഷെ തിരിച്ച് ഇന്നേ വരെ ഒരു പാട്ട് ഞങ്ങൾക്ക് ആർക്കും പാടിക്കൊടുക്കാൻ കഴിയും. അപ്പൊ അതിന്റെ ഒരു ചിക്കൻ്റെ എടുത്തിട്ട് വരാറില്ല. അച്ഛൻ്റെ ആത്മാവിന് സന്തോഷം കിട്ടാനായിട്ട് ഒരു ഗാനം അച്ഛന് വേണ്ടി പാടുകയാണ്. ഈ 16 അടി അന്തരത്തിന് ഗാനമേള ഉണ്ടാവലുണ്ടോ? സൂര്യനായി തഴുകി ഉറക്കമുണർത്തുമെന്നച്ഛനെ ആണെനിക്കിഷ്ടം. പാടിയിട്ടേ കുയി കിടക്കുന്ന അച്ഛൻ തിരിച്ചു വരുമോന്ന് എന്റെ സംശയം.
ഇതിന്റെ ആളാരാണ്? ഇച്ചിരി വോളിയം കൂട്ടി ഇച്ചിരി എഫക്ട് കൊടുക്കേ, എക്കോ കൊടുക്ക്. കേട്ടോണ്ടിരിക്കണ സുകുമാരന്റെ സൂര്യനായി തഴുകി ഉറക്കമുണർത്തുമെൻ അച്ഛന് ആണെനിക്കിഷ്ടം. എല്ലാവരുടെ ആഗ്രഹം പോലെ എല്ലാ കാര്യവും ഭംഗിയായില്ലേ? എല്ലാം ഭംഗിയായിട്ട്. നീ ബൊഫ വേണമെന്ന് പറഞ്ഞു, ഭക്ഷണം നമ്മൾ അങ്ങനെ ആക്കി. അതെ, വന്നവരൊക്കെ നന്നായി കഴിച്ചു പോയിട്ടുണ്ട്. ഇതാണ് ഈ ഗാനമേള ഉണ്ടല്ലോ, അത് വേണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞാൽ ആളുകൾ കേട്ട് കഴിഞ്ഞാൽ മോശമാണ്. അപ്പൊ നീ എന്നെ ഗാനമേള വേണോ വെച്ചപ്പോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അതെ, പക്ഷെ ഇവന്റെ പാട്ട് പുഞ്ചിരി ചിറകു വിടർത്തുമെന്നച്ഛൻ. മണ്ടോ അച്ഛന്റെ ഓർമ്മ വന്നിട്ടേ. പിന്നെ നമ്മുടെ കൂട്ടത്തില് ഇനി ഇരിക്കുന്ന ആരെങ്കിലും പാടാൻ കഴിവുള്ളവരുണ്ടെങ്കിൽ അച്ഛന് ഇഷ്ടപ്പെട്ട പാട്ടുകളുടെ ലിസ്റ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. അതിന്റെ കരോക്കെ ഉണ്ട്, പാടുന്നവർക്കൊക്കെ പാടാം. അച്ഛന് കഥളി കൺകഥളി ഭയങ്കര ഇഷ്ടമാണ്. ഇതുവരെ ഒരു അവസരം കിട്ടിയിട്ടാ. രാഘവേട്ടൻ പാടില്ലേ അച്ഛന് വേണ്ടി ഒരു പാട്ട്? അച്ഛാ അച്ഛാ എന്താ താടായേട്ടാ. അവന്റെ അവിടെ ഒഴിച്ചു. ശരിക്കും നിനക്ക് തരാൻ പാടില്ല. എന്ത് പാട്ടാ നീ അവിടെ പാടിയത്? എനിക്ക് മതി. എനിക്ക് അവിടെ ചെന്ന ആൾക്കാരെ അറിയാം. നമ്മുടെ തറവാട്ടിലെന്നല്ല, ഈ പഞ്ചായത്തിൽ തന്നെ ഇതുപോലൊരു 16 അടിയന്തരം ആരും നടത്തിയിട്ടുണ്ടാവില്ല. അതിന്റെ കേമത്തര ഏട്ടനാണ്. ഓടമുത്ത് അങ്ങനെയല്ല, നമുക്ക് 3 ആൾക്കാണ്. പക്ഷെ 41 ഒന്നുകൂടെ ഗംഭീരമാകണം. 41 വേണമെങ്കിൽ DJ വെക്കാം. അതെ, ആ ശീതളം കർമ്മ അന്വേഷിക്കണ്ട പറഞ്ഞു. എന്തിന്? പരിപാടി കഴിഞ്ഞല്ലോ. നീ പൈസ കൊടുത്തില്ലേ? ഏട്ടൻ പറഞ്ഞ പൈസ മേടിച്ചു. പൈസയുടെ അല്ല, വേറെ ഇതുപോലെ വേണം. അല്ല മാമ, വേറെന്തോ സംസാരിക്കാൻ നിങ്ങളുടെ അടുത്ത്. എന്ത് വെയിറ്റ് ചെയ്യണം പുള്ളി അവിടെ. പമ്പ കാലാണ് ഇവിടെ വെച്ചാ. എന്താ തിരുവേനി? അല്ല, ഞാൻ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞാണ്ട് ഇറങ്ങാണ്. അപ്പോ കർമ്മങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേ ഞാൻ അതിന്റെ ഫലം ഒന്ന് നോക്കി. അപ്പോ ഫലം പറയണോണ്ട് വിരോധമൊന്നും ഇല്ലല്ലോ. ഒന്നും പറയണം. അച്ഛന്റെ ആത്മാവിന് അത്ര അങ്ങോട്ട് തൃപ്തിയായിട്ടില്ല. അല്ല ഏട്ടാ, നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിരുന്നു. തിരുമേനി ചെയ്ത എന്തെങ്കിലും കർമ്മത്തിൽ വല്ല വീഴ്ചയോ പോരായ്ക ഉണ്ടായോ? ഇയാൾക്ക് അങ്ങനെ വല്ല സംശയം ഉണ്ടോ? സംശയമൊന്നുമില്ല. എന്നാ നിങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ ആ കർമ്മങ്ങളൊന്നും ആത്മാവിന് തൃപ്തിയായിട്ടില്ല. അതെ സത്യേട്ടാ, അച്ഛൻ്റെ ആത്മാവിന് തൃപ്തിപ്പെടുത്താൻ അച്ഛന് ഇഷ്ടപ്പെട്ട ഒരു പാട്ടുകൂടെ ഞാൻ പാടാം. എന്താ പറഞ്ഞേ? ഇല്ല, ഓരോ ചറപറാന്ന് പറയാ. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്താ വെച്ചാൽ, അച്ഛന്റെ ആത്മാവ് ഇവിടെ വിട്ടു പോയിട്ടില്ല. മാത്രല്ല, മറ്റു കുറെ ദുരാത്മാക്കൾ അച്ഛന്റെ ആത്മാവിനോടൊപ്പം കൂടിയിട്ടുമുണ്ട്. അത് ഇവിടെ ഉള്ളവർക്ക് വലിയ ദോഷം ചെയ്യും. ദോഷം ചെയ്യുന്നു പറഞ്ഞ? ദോഷം ചെയ്യുന്ന പറഞ്ഞാൽ ദുർമരണം വരെ സംഭവിക്കാം. അതിപ്പോ ഇവിടെ താമസിക്കുന്ന ആളുകളൊക്കെയാണ് അത് വിഷയം അല്ലേ? അല്ലല്ല, അത് ഈ മരണപ്പെട്ട വ്യക്തി ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ രക്തബന്ധങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ സംഭവിക്കാം. അങ്ങനെയാണ് അതിന്റെ.
അല്ല അപ്പൊ അതിന് പ്രതിവിധി ഒന്നുമില്ലേ? പ്രതിവിധി ഉണ്ട്. അത് ഒന്നാമത്തെ ആയിട്ടുള്ള ചെയ്യേണ്ട കാര്യം അച്ഛന്റെ ചിതാഭസ്മം ഗംഗയിൽ ഒഴുക്കുക. അതങ്ങ് ഉത്തർപ്രദേശിലല്ലേ? അല്ലാതെ ഗംഗ ഇപ്പൊ നിങ്ങളുടെ മുറ്റത്ത് കൂടെ ഒഴുകില്ലല്ലോ. അപ്പൊ ഉത്തർപ്രദേശിൽ പോയിട്ട് ഗംഗയിൽ ഒഴുക്കണം. വേണം. ഒഴുക്കാന്ന് പറ. ചെയ്യാം. ഞങ്ങൾ 3 ആളും കൂടി പോയി ഒഴുക്കാം. പിന്നെ അന്നദാനം നടത്തുക. അത് നിങ്ങൾ തന്നെ ഇരുന്ന് ഇങ്ങനെ കഴിക്കാന്നല്ല, അനാഥരായിട്ടുള്ള ഒരു 500 പേർക്ക് ഭക്ഷണം കൊടുക്കുക. കൂട്ടത്തില് അവർക്ക് ആവശ്യമായിട്ടുള്ള വസ്ത്രങ്ങളും കൊടുക്കുക. അപ്പൊ കൊല്ലത്തില് ഒരു തവണ 500 പേർക്ക് അന്നദാനവും വസ്ത്രവും കൊടുക്കുക. അല്ല എല്ലാ മാസവും, ഈ ഒരു വർഷത്തിനകത്ത് എല്ലാ മാസവും ഇതൊക്കെ ചെയ്യണം. വസ്ത്രം എല്ലാ മാസവും ചെയ്യണം. അത് മുടക്ക് വരുത്തുകയും ചെയ്യരുത്. അങ്ങനെ ചെയ്ത അച്ഛന്റെ ആത്മാവിന് ശാന്തി കിട്ടുമല്ലോ അല്ലേ? അല്ല, അതിപ്പോ ഒരാണ്ട് കഴിഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളൂ. എന്നിട്ട് പറയാം കേട്ടോ. അങ്ങനെയാണ് അതിന്റെ രീതി. അതുകൊണ്ടാ പറഞ്ഞത്. എന്നാ പിന്നെ ഞാനങ്ങനെ ഇറങ്ങാം. ഞങ്ങള് ഒന്നും ആവശ്യമില്ല. എന്തായാലും പോയ പോക്കിന് അച്ഛൻ നല്ല പണി എന്നിട്ടാ പോയെ. ഇനി ഒന്നും പറയണ്ട, എല്ലാം കൃത്യമായിട്ട് ചെയ്തോണം. ചെയ്യാം. അല്ല സ്വാമി, നിങ്ങളിപ്പോ പറഞ്ഞ ആ ദോശ ഉണ്ടല്ലോ. ഏത് ദോശ? ദോശയല്ലാന്ന്, ദോഷം. ദോഷം. ആ ദോശോ അയൽപ്പക്കക്കാരായി നമ്മളെ ബാധിക്കുകയും അയൽപ്പക്കക്കാർക്ക് എന്തുണ്ടാവാനാ? ഒന്നുമില്ല. പല സമാധാനായത്. പിന്നെ അതുപോലെ നിങ്ങളിപ്പോ മക്കളോട് പറഞ്ഞല്ലോ, അച്ഛന്റെ ആത്മാവിന് മോശം കിട്ടിയില്ല, അതിന്റെ ആത്മാവ് ഇവിടെ കിടന്ന് തിരിഞ്ഞു കളിക്കൂ. ഒക്കെ സത്യ. എന്ത് സത്യം? ഒരു സത്യമില്ല. ഞാനത് വെറുതെ അങ്ങോട്ട് തട്ടിവിട്ടതാ. ഈ മക്കളെന്ന് പറയുന്ന 3 കഴുതകളെ കൊണ്ട് അദ്ദേഹത്തിന് ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല. എനിക്കത് കൃത്യമായിട്ട് അറിയാം. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോഴേ വായിക്ക് രുചിയുള്ള ഒരു നല്ല ഭക്ഷണം മേടിച്ചു കൊടുക്കാത്ത ആളുകളാ ഇപ്പൊ ഗംഭീരമായിട്ട് ഈ അടിയന്തരം നടത്തുന്നത്. എന്തിനാ? ആളുകളെ കാണിക്കാൻ. അതുകൊണ്ട് എന്റെ വക ഇരിക്കട്ടെ ചെറിയൊരു പണിയെന്ന് വിചാരിച്ചിട്ടാ ഞാനത് അങ്ങോട്ട് ചെയ്തത്. എങ്ങനെയുണ്ട്? ഉസാറായി. പോയാലോ? മറിമായത്തിന്റെ ആരംഭം മുതൽ ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡുകളും നിങ്ങൾക്ക് മനോരമ മാക്സിലൂടെ ഫ്രീ ആയിട്ട് കാണാം. അപ്പോൾ കാണാൻ മറക്കണ്ട. ചിരിക്കാം, ചിന്തിക്കാം. മറിമായം.